തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിന് പിന്നാലെയുണ്ടായ 5 മരണങ്ങളിൽ ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തി. അഗ്നിബാധയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മാറ്റിയതാണ് മരണകാരണമെന്ന് നെയ്യാറ്റിൻകര സ്വദേശി സനീഷിന്റെ ബന്ധുക്കൾ ആരോപിച്ചു. എന്നാൽ മരണങ്ങൾ തീപിടുത്തത്തിന്റെ ഭാഗമായിട്ടല്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ആശുപത്രിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവുമുണ്ടായി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സർജിക്കൽ ICU വെന്റിലേറ്ററിൽ അഗ്നിബാധയുണ്ടായത് ചൊവ്വാഴ്ചയാണ്. ഇവിടെ ചികിത്സയിലുണ്ടായിരുന്ന രോഗികളെ ഉടൻ ഒഴിപ്പിച്ചെന്നും എല്ലാവരും സുരക്ഷിതരെന്നുമായിരുന്നു ആശുപത്രി അധികൃതരുടെ വിശദീകരണം. എന്നാൽ തൊട്ടടുത്ത മണിക്കൂറുകളിൽ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചു. അപകടങ്ങളിൽ പരിക്കേറ്റ ചികിത്സയിലുണ്ടായിരുന്ന നെയ്യാറ്റിൻകര സ്വദേശി സനീഷ്, ആയൂർ സ്വദേശി കൃഷ്ണൻകുട്ടി, അബ്ദുൾ റഹീം, ചിറയൻകീഴ് സ്വദേശി ഓമനയമ്മ, ബാലരാമപുരം സ്വദേശി ശ്രീധരൻ എന്നിവരാണ് മരിച്ചത്. വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന സനീഷിന് തീപിടുത്തത്തിന് ശേഷം നില വഷളാവുകയായിരുന്നു. ബുധനാഴ്ച മരണം സ്ഥിരീകരിച്ചു. പേഷ്യന്റിനെ ഇറക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവനെ നമുക്ക് കാണാൻ പറ്റിയില്ല. വാർഡുകളിലൊക്കെ കയറി നോക്കി. ഉച്ച അടുപ്പിച്ച് നമ്മളിവനെ കൊണ്ടുവരണം. അത് കണ്ട് താഴെ കൊണ്ടുവന്നിട്ട് MIC 4 മാറ്റി. പിന്നെ അതിനുശേഷം ഒരു അറിവൊന്നുമില്ല. പിറ്റേന്ന് രാവിലെ സീരിയസ് ആണ്, അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോ എന്ന് പറഞ്ഞു. എന്നാൽ മരണകാരണം തീപിടുത്തമല്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. മരിച്ച 5 പേരും വാഹനാപകടങ്ങളിൽപ്പെട്ട ഗുരുതര പരിക്കേറ്റ ചികിത്സയിലായിരുന്നു എന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ആരോപണങ്ങൾക്കിടെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആശുപത്രിക്ക് മുന്നിലെത്തി. തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.